നമസ്കാരം. എല്ലാവർക്കും മുക്കം MMO പ്രൈവറ്റ് ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിശ, MMO പ്രൈവറ്റ് ITI മുക്കം. സിവിൽ സെക്കൻഡ് ഇയറിലെ 4th സെമസ്റ്ററിനുള്ളിൽ വരുന്ന ഇറിഗേഷൻ എന്ന ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറിനെയും കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. മുൻ വർഷത്തെ NCVT ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് ഇറിഗേഷൻ എന്ന് നോക്കാം. അല്ലേ, എന്താണ് ഇറിഗേഷൻ? കൃഷിക്ക് ആവശ്യമായ ജലം മണ്ണിലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് എത്തിക്കുന്ന സിസ്റ്റമാണ് ഇറിഗേഷൻ. അല്ലേ, ഇനി എങ്ങനെയാണ് നമുക്ക് ഇറിഗേഷൻ സാധ്യമാകുന്നത്? നദികൾക്ക് കുറുകെ ഡാം പോലുള്ള സ്ട്രക്ചറുകൾ നിർമ്മിച്ച് ജലത്തെ ശേഖരിച്ച് നിർത്തിയ ശേഷം ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ഒഴുക്കി വിട്ടാണ് നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് അണ്ടർഗ്രൗണ്ട് വാട്ടർ nourishes the plant roots by capillarity? കാപ്പിലാരിറ്റി മൂലം ചെടികളുടെ വളർച്ചയ്ക്ക് സഹായമാകുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സബ്സർഫസ്, ഓപ്ഷൻ ബി സർഫസ്, ഓപ്ഷൻ സി ഫ്ലഡ്, ഓപ്ഷൻ ഡി ഫ്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ രണ്ട് രീതിയിലുള്ള വാട്ടറാണുള്ളത്, സർഫസ് വാട്ടറും സബ്സർഫസ് വാട്ടറും. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായമാകുന്ന വാട്ടർ സബ്സർഫസ് വാട്ടറാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഈസ് കോൾഡ് ട്രിക്കിൾ ഇറിഗേഷൻ? അതായത് താഴെ പറയുന്നവയിൽ ഏത് ഇറിഗേഷൻ രീതിയെയാണ് ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഫറോ, ഓപ്ഷൻ ബി സ്പ്രിംഗ്ലർ, ഓപ്ഷൻ സി ഡ്രിപ്പ്, ഓപ്ഷൻ ഡി ബോർഡർ സ്ട്രിപ്പ്. അപ്പം ഈ 4 ഓപ്ഷനുകളും മെത്തേഡ് ഓഫ് ഇറിഗേഷനിൽ വരുന്നതാണ്. അതായത് ഇറിഗേഷൻ ചാപ്റ്ററിൽ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4 ഓപ്ഷനുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡാണ്, ഇറിഗേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് വയലുകളിലൊക്കെ കാണാം. അല്ലേ, വയലുകളിലൊക്കെ നമുക്ക് ഫറോ ഇറിഗേഷനാണ് ചെയ്യുന്നത്. ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത് റോക്ക് ക്രോപ്സിന്, അതായത് റോക്ക് ക്രോപ്സ് എന്ന് പറയുന്നത് നിരകളായിട്ട് വളർത്തുന്ന കൃഷികൾക്കാണ് ഫറോ ഇറിഗേഷൻ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ഒരു റോല് ക്രോപ്സും അടുത്ത റോല് വാട്ടർ, അതായത് ഒരു റോല് ക്രോപ്സ് അടുത്ത റോല് വാട്ടർ എന്ന രീതിയിലാണ് ഫറോ ഇറിഗേഷൻ ചെയ്യുന്നത്. ഷുഗർ കെയിൻ, അല്ലേ, കരിമ്പൊക്കെ ഫറോ ഇറിഗേഷൻ വഴിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ്, സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് അണ്ടുലേറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ സ്റ്റീപ്പ് ഏരിയാസ്, അതായത് എന്താണ്, സ്ലോപ്പായിട്ടുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഫറോ പോലുള്ള ഇറിഗേഷൻ മെത്തേഡ് അവിടെ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം സ്പ്രേ രൂപത്തിൽ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മറ്റൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ചെടിയുടെ വേരിലേക്ക് വാട്ടർ ഡയറക്റ്റായിട്ട് എത്തിക്കുന്ന മെത്തേഡിനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് ഇറിഗേഷനിൽ ഇവാപ്രേഷൻ കുറയുന്ന ഒരു മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ബോർഡർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഓരോ ചെറിയ സ്ട്രിപ്പുകളാക്കി മാറ്റിയതിനു ശേഷം ചെയ്യുന്ന മെത്തേഡിനെയാണ് ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡ്രിപ്പാണ്. അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മറ്റൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. നോട്ട് ദി പോയിന്റ്. നെക്സ്റ്റ്,
വാട്ട് ഈസ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഇറിഗേഷൻ? ഇറിഗേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വാട്ടർ ലോഗിംഗ്, ഓപ്ഷൻ ബി yield ഓഫ് ക്രോപ്സ്, ഓപ്ഷൻ സി കോംപ്ലക്സ്, ഓപ്ഷൻ ഡി ഡാംബർ ക്ലൈമറ്റ്. അപ്പം ഇറിഗേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇറിഗേഷൻ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട് അല്ലേ, ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അതേപോലെ ചെടികളുടെയും മറ്റ് വിളകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം കൃഷിഭൂമിയിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓപ്ഷൻ ബി yield ഓഫ് ക്രോപ്സ് ആണ്, അതായത് കൃഷികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം എത്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇറിഗേഷൻ മെത്തേഡ് വാട്ടർ ഈസ് സപ്ലൈഡ് ടു ലോവർ ലെവൽ ബൈ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി? അതായത് ഗ്രാവിറ്റിയുടെ ആക്ഷൻ മൂലം, ഓക്കെ, ഗ്രാവിറ്റിയുടെ ആക്ഷൻ മൂലം ലോവർ ലെവലിലുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന ഇറിഗേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അതായത് ഗ്രാവിറ്റി മൂലം ലോവർ ലെവലിൽ ജലസേചനം നടത്തുന്ന ഇറിഗേഷൻ മെത്തേഡ് ഏതാണ്? അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫ്ലോ, ഓപ്ഷൻ ബി ലിഫ്റ്റ്, ഓപ്ഷൻ സി സ്പ്രിംഗ്ലർ, ഓപ്ഷൻ ഡി സബ്സർഫസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ഫ്ലോ ഇറിഗേഷനാണ്. അതായത് ഗ്രാവിറ്റിയുടെ ആക്ഷൻ മൂലം ലോവർ ലെവലിൽ ജലസേചനം നടത്താൻ കഴിയുന്ന ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലോ ഇറിഗേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ക്രോപ്സ് ആർ സോൺ ഇൻ ഓട്ടം ഇൻ ഹാർവസ്റ്റഡ് ഇൻ സ്പ്രിങ്? അതായത് ഓട്ടം സീസണിൽ വിതച്ച് സ്പ്രിംഗ് സീസണിൽ കൊയ്തെടുക്കുന്ന വിള ഏതാണ്? ക്രോപ്സ് ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഖാരിഫ്, ഓപ്ഷൻ ബി ഓട്ടം, ഓപ്ഷൻ സി റാബി, ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്രോപ്പുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ സാധാരണയായി പ്രധാനപ്പെട്ട 2 ക്രോപ്പുകളാണുള്ളത്, റാബി ആൻഡ് ഖാരിഫ് ക്രോപ്സ്. റാബി ക്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ഓട്ടം സീസണിൽ വിതച്ച് വസന്തകാലത്ത്, ഓട്ടം സീസൺ മീൻസ് എന്താണ്? ഓട്ടം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്കാലമാണ് അല്ലേ, മഞ്ഞുകാലം. ശരത്കാലത്ത് വിതച്ച് വസന്തകാലത്ത് കൊയ്തെടുക്കുന്ന ക്രോപ്പുകളെയാണ് റാബി ക്രോപ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ബാർലി, പീ, ടൊബാക്കോ, പൊട്ടാറ്റോ, ഗ്രാം പോലുള്ള വിളകൾ റാബി ക്രോപ്സിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കാലവർഷാരംഭത്തിൽ വിത്ത് വിതച്ച് ഓട്ടം സീസണിൽ കൊയ്തെടുക്കുന്ന ധാന്യവിളകളെ ഖാരിഫ് ക്രോപ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾ റൈസ്, ബജ്ര, ജൗവർ, ഗ്രൗണ്ട് നട്ടൊക്കെ ഖാരിഫ് ക്രോപ്പുകളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷത്തെ NCVT ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് റാബി ആൻഡ് ഖാരിഫ് ക്രോപ്സ്. അപ്പം റാബി ക്രോപ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ചില വർഷങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അടുത്ത വർഷം ചോദിക്കുന്നത് അതിൻ്റെ സീസൺ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഖാരിഫ് ക്രോപ്സിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം, അതിൻ്റെ ടൈം ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി, ഡെൽറ്റ ആൻഡ് ബേസ് പീരീഡ്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂട്ടിയും ഡെൽറ്റയും ബേസ് പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. ആ ചെറിയ ത്രികോണം പോലെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, അത് ഡെൽറ്റയെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് കേട്ടോ.
അപ്പം നോക്കാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 86.4 B/D. ഓപ്ഷൻ ബി 86.4 B/D. ഓപ്ഷൻ സി ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഓപ്ഷൻ ഡി ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8640 B/D. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡ്യൂട്ടി, ഡെൽറ്റ ആൻഡ് ബേസ് പീരീഡ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ജലസേചനത്തിനുള്ള കഴിവിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് ജലസേചനത്തിനുള്ള കഴിവിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് കൃഷി ചെയ്ത സ്ഥലവും കൃഷി പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ ഉപയോഗിച്ച വെള്ളവും തമ്മിലുള്ള ബന്ധമാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിലൊരു ബക്കറ്റ് വെള്ളമുണ്ട്. ഓക്കെ, ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. ആ ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ എത്ര ഏരിയ നനച്ചു? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ എത്ര ഏരിയ നനച്ചു, അതാണ് ശരിക്ക് ഡ്യൂട്ടി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്തു. ഓക്കെ, ഒരു ഹെക്ടർ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തു. അപ്പോൾ ആ കൃഷിക്ക് നമ്മൾ എത്രമാത്രം വെള്ളം ഒഴിച്ചു? ഓക്കെ, അതാണ് നമ്മൾ ഡ്യൂട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്ടി എക്സ്പ്രസ് ചെയ്യുന്നത് ഹെക്ടേഴ്സ് പെർ ക്യുമക്കിലാണ്. ഹെക്ടേഴ്സ് പെർ ക്യുമക്ക്. ഇനി അടുത്തത് നമ്മൾ ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ചെടി പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ മണ്ണിൽ ഉണ്ടായിരിക്കേണ്ട ജലത്തിൻ്റെ ഡെപ്തിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ചെടി പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ മണ്ണിൽ ഉണ്ടായിരിക്കേണ്ട ജലത്തിൻ്റെ ടോട്ടൽ ഡെപ്ത്. ഓക്കെ, ജലത്തിൻ്റെ ടോട്ടൽ ഡെപ്തിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ചെടിക്ക് 10 ദിവസം 5 സെൻറ്റിമീറ്റർ ഡെപ്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ചെടിയുടെ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 × 5 ആയിരിക്കില്ലേ? അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആയിരിക്കും ആ ചെടിയുടെ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്ററിലാണ്. ഇനി അടുത്തത് ബേസ് പീരീഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു. ഓക്കെ, ഒരു ചെടി നടുന്നത് മുതൽ ആ ചെടി കൊയ്യുന്നത് വരെയുള്ള ജലസേചനത്തിൻ്റെ സമയം അല്ലെങ്കിൽ ജലസേചനത്തിൻ്റെ കാലയളവിനെയാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടിയും ഡെൽറ്റയും ബേസ് പീരീഡും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഓപ്ഷൻ സി 8.64 B/D ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദി ക്രോപ്പ്? അതായത് ഒരു ക്രോപ്പ് വിതയ്ക്കുന്നതിന് മുമ്പുള്ള ജലസേചനത്തെ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോർ വാട്ടറിങ്, ഓപ്ഷൻ ബി പാലിയോ, ഓപ്ഷൻ സി ഡെൽറ്റ, ഓപ്ഷൻ ഡി ഡ്യൂട്ടി. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ, എന്താണ്? ഒരു ക്രോപ്പ് നടുന്നതിന് മുമ്പുള്ള ജലസേചനത്തെ പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി പാലിയോ ആണ് ആൻസർ. ഓപ്ഷൻ ബി പാലിയോ. അപ്പം കോർ വാട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോർ വാട്ടറിങ് നോക്കാം. കോർ വാട്ടറിങ് എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വിത്ത് നടുന്നത് മുതൽ ആ ചെടി നിശ്ചിത ഹൈറ്റിൽ എത്തുന്നത് വരെയുള്ള ജലസേചനത്തെയാണ് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. ഓരോ ക്രോപ്പിൻ്റെയും കോർ വാട്ടറിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം പാലിയും കോർ വാട്ടറും തമ്മിൽ മാറിപ്പോവരുത്. പാലിയോ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ചെടി അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആദ്യം വെള്ളം ഉപയോഗിച്ചൊന്ന് നനച്ചെടുക്കാറുണ്ട് അല്ലേ? വെള്ളം ഉപയോഗിച്ചൊന്ന് നനച്ചെടുക്കാറുണ്ട്.
അതിനെയാണ് നമ്മൾ പാലിയോ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ വിത്തൊന്നും നട്ടിട്ടില്ല, ആ സ്ഥലമാണ് നനച്ചത്. ഓക്കെ, പക്ഷേ കോർ വാട്ടറിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചെടിയുടെ വിത്തിട്ടു, ആ ചെടി വളർന്ന് ഒരു നിശ്ചിത ഹൈറ്റിലെത്തുന്നത് വരെ വെള്ളത്തിൻ്റെ സഹായം ആവശ്യമായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത ഹൈറ്റിൽ എത്തുന്നത് വരെ നനച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെയാണ് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ക്യാച്ച്മെൻറ്റ് ഏരിയ റൺ ഓഫ് വിൽ ബി മോർ? അതായത് ഏത് ക്യാച്ച്മെൻറ്റ് ഏരിയ വഴിയാണ് റൺ ഓഫ് കൂടുതൽ ലഭിക്കുന്നത്? അല്ലേ, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫാൻ ഷേപ്പ്ഡ്, ഓപ്ഷൻ ബി ട്രീ ഷേപ്പ്ഡ്, ഓപ്ഷൻ സി ഫേൺ ഷേപ്പ്ഡ്, ഓപ്ഷൻ ഡി സർക്കുലർ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അല്ലേ, എന്താണ് ക്യാച്ച്മെൻറ്റ് ഏരിയ? ക്യാച്ച്മെൻറ്റ് ഏരിയ നമ്മൾ വൃഷ്ടിപ്രദേശം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലേ, നിങ്ങൾ വൃഷ്ടിപ്രദേശം കേട്ടിട്ടുണ്ടാവും. അപ്പം വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് റിസർവോയറിൻ്റെ ഇരുവശങ്ങളിലുള്ള കര, അല്ലേ, ഇരുവശങ്ങളിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയ വഴിയാണ് റൺ ഓഫ്, അല്ലേ, മഴവെള്ളം കൂടുതലും മഴവെള്ളം നമുക്ക് റിസർവോയറിലേക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ഷേപ്പുള്ള ക്യാച്ച്മെൻറ്റ് ഏരിയ വഴിയാണ് റിസർവോയറിലേക്ക് മഴവെള്ളം കൂടുതലായി ലഭിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം സാധാരണയായി ക്യാച്ച്മെൻറ്റ് ഏരിയ രണ്ട് ഷേപ്പാണുള്ളത്, ഫാൻ ഷേപ്പ്ഡും ഫേൺ ഷേപ്പ്ഡും. അപ്പോൾ നമുക്ക് ഫാൻ ഷേപ്പ് വഴിയാണ് കൂടുതൽ റൺ ഓഫ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഫാൻ ഷേപ്പ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ആംഗിൾ ദാറ്റ് ദി ആക്സിസ് ഓഫ് ഹെഡ് റെഗുലേറ്റർ മേക്സ് വിത്ത് ദി ആക്സിസ് ഓഫ് ദി വിയർ? അല്ലേ, ക്വസ്റ്റ്യന് വിയറിൻ്റെ ആക്സിസുമായി ഹെഡ് റെഗുലേറ്ററിൻ്റെ ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 90 ഡിഗ്രി ടു 120 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി ടു 60 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി ടു 100 ഡിഗ്രി, ഓപ്ഷൻ ഡി 180 ഡിഗ്രി. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ 90 ഡിഗ്രി ടു 120 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which construction is at the head of the canal to divert the river water towards the canal? അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിവർ വാട്ടറിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിന് കനാൽ ഹെഡിൽ നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷനെ പറയുന്ന പേര് എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അതായത് ഒരു നദിയിലെ വെള്ളം കനാലിലേക്ക് തിരിച്ചു വിടുന്നതിന് വേണ്ടി കനാലിൻ്റെ തുടക്കത്തിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കനാലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷനെ പറയുന്ന പേര് എന്താണ്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്റ്റോറേജ് ഹെഡ് വർക്ക്, ഓപ്ഷൻ ബി ഡൈവേഷൻ ഹെഡ് വർക്ക്, ഓപ്ഷൻ സി ബാരേജ്, ഓപ്ഷൻ ഡി വിയർ. ഇപ്പോൾ നമ്മൾ ഹെഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ കനാലിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി കനാലിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന സ്ട്രക്ചറുകളെയാണ് ഹെഡ് വർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് വർക്കുകൾ സാധാരണയായി രണ്ട് തരമുണ്ട്. സ്റ്റോറേജ് ഹെഡ് വർക്കും ഡൈവേഷൻ
ഹെഡ് വർക്കും. സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത് വെള്ളത്തിന് സംഭരിച്ച് നിർത്താൻ വേണ്ടി നിർമ്മിക്കുന്ന ഹെഡ് വർക്കുകളെയാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത് വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി, അല്ലേ, പേര് തന്നെ സൂചിപ്പിക്കുന്നു, വെള്ളത്തിനെ അല്ലെങ്കിൽ ജലത്തെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി നിർമ്മിക്കുന്ന ഹെഡ് വർക്കുകളെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡൈവേർഷൻ ഹെഡ് വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് കോൾഡ് സേഫ്റ്റി വാൽവ് ഓഫ് ഡാം? ഡാമിൻ്റെ സേഫ്റ്റി വാൽവ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ഡ്രൈനേജ് ഗ്യാലറി, ഓപ്ഷൻ ബി ഇൻസ്പെക്ഷൻ ഗ്യാലറി, ഓപ്ഷൻ സി സ്പിൽവേ, ഓപ്ഷൻ ഡി ഔട്ട്ലെറ്റ് സ്ലൂയിസസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി സ്പിൽവേ ആണ് ആൻസർ, അല്ലേ. നമുക്കറിയാം ഡാമിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വെള്ളം റിസർവോയറിൽ വരികയാണെങ്കിൽ, അല്ലേ, അധികം വരുന്ന വെള്ളത്തിനെ സ്പിൽവേ വഴിയാണ് ഒഴുക്കി വിടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി സ്പിൽവേ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി നെയിം ഫോർ അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദി ഫോം ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക്? ജലം ശേഖരിക്കുന്നത് മൂലം രൂപപ്പെടുന്ന കൃത്രിമ തടാകം, അല്ലേ. ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറഞ്ഞാൽ കൃത്രിമ തടാകം. കൃത്രിമ തടാകത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ സ്പിൽവേസ്, ഓപ്ഷൻ ബി ബാരേജസ്, ഓപ്ഷൻ സി റിസർവോയർ, ഓപ്ഷൻ ഡി ഗ്രോയിൻസ്. അപ്പം ഓപ്ഷൻ സി റിസർവോയർ ആണ് ആൻസർ, അല്ലേ. അതായത് നദികൾക്ക് കുറുകെ ഡാം പോലുള്ള സ്ട്രക്ചറുകൾ നിർമ്മിക്കുമ്പോൾ, അല്ലേ, ഡാം നിർമ്മിക്കുമ്പോൾ രൂപപ്പെടുന്ന കൃത്രിമ തടാകത്തിനെ പറയുന്ന പേരാണ് റിസർവോയർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം ബേസ്ഡ് ഓൺ യൂസ്? അതായത് താഴെ പറയുന്നവയിൽ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള ഡാം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിറ്റൻഷൻ, ഓപ്ഷൻ ബി ഡെബ്രീസ്, ഓപ്ഷൻ സി റിജിഡ്, ഓപ്ഷൻ ഡി ബട്രസ്. അപ്പോൾ ഇത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ. ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഡാമിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി 3 എണ്ണമാണ്, അല്ലേ. നമ്മൾ പഠിച്ചു 3 എണ്ണമാണ്. അതായത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി യൂസേജ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ഹൈഡ്രോളിക് ഡിസൈൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം ബേസ്ഡ് ഓൺ യൂസ് ആണ്. അതായത് യൂസിൻ്റെ അടിസ്ഥാനത്തിൽ, ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാമിനെ ഏതൊക്കെയായി തരംതിരിച്ചിരിക്കുന്നു, അല്ലേ. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? സ്റ്റോറേജ് ഡാം, ഡൈവേർഷൻ ഡാം, ഡിറ്റൻഷൻ ഡാം. എന്തായിരുന്നു സ്റ്റോറേജ് ഡാം എന്ന് പറയുന്നത്? എന്തായിരുന്നു സ്റ്റോറേജ് ഡാം, അല്ലേ. അതായത് വെള്ളത്തിന് സംഭരിച്ച് നിർത്തുന്ന ഡാമുകളെയാണ് സ്റ്റോറേജ് ഡാം എന്ന് പറയുന്നത്. ഇത്തരം ഡാമിലുള്ള വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയസ് പർപ്പസിന്, അല്ലേ, അല്ലെങ്കിൽ മൾട്ടി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഡൈവേർഷൻ ഡാം എന്ന് പറയുന്നത് വെള്ളത്തിനെ നമ്മൾ ഒരേ സമയം എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു, അല്ലേ, സ്റ്റോർ ചെയ്യുന്നു. പക്ഷേ ഈ സ്റ്റോർ ചെയ്യുന്ന വാട്ടറിനെ അവിടെ ശേഖരിച്ച് നിർത്താതെ മറ്റൊരു സോഴ്സിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നു, തിരിച്ചു വിടുന്നു. അത്തരം ഡാമിനെയാണ് ഡൈവേർഷൻ ഡാം എന്ന് പറയുന്നത്. ഡിറ്റൻഷൻ ഡാം എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഡാമിനെയാണ് ഡിറ്റൻഷൻ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഡാമുകളാണ് അക്കോർഡിംഗ് ടു യൂസ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു പർപ്പസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഡിറ്റൻഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ റിജിഡ് ഡാം? അല്ലേ, ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ റിജിഡ് ഡാം? താഴെ പറയുന്നവയിൽ നോൺ റിജിഡ് ഡാം അല്ലാത്തത് ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോൺക്രീറ്റ്, ഓപ്ഷൻ ബി
റോക്ക് ഫിൽ, ഓപ്ഷൻ സി ഗ്രാവിറ്റി, ഓപ്ഷൻ ഡി ആർച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാമിൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് പറയുന്നുണ്ട്. അപ്പം മെറ്റീരിയൽസിൽ പറയുന്നത് 2 ടൈപ്പാണ്, റിജിഡ് ഡാമും നോൺ റിജിഡ് ഡാമും. റിജിഡ് ഡാം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് റിജിഡ് ഡാം എന്ന് പറയുന്നത്. നോൺ റിജിഡ് ഡാം എന്ന് പറയുന്നത് സ്ട്രോങ് അല്ല എന്നല്ല, അത്ര സ്ട്രോങ് അല്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നോൺ റിജിഡ് ഡാമുകൾ എന്ന് പറയുന്നത്. റിജിഡ് ഡാമിന് എക്സാമ്പിളാണ് കോൺക്രീറ്റ് ഡാം, ആർച്ച് ഡാം, ബട്രസ് ഡാം, സ്റ്റീൽ ഡാം, ടിമ്പർ ഡാം ഒക്കെ റിജിഡ് ഡാമുകളാണ്. നോൺ റിജിഡ് ഡാമിന് എക്സാമ്പിൾസ് ആണ് എർത്ത് ഡാം, റോക്ക് ഫിൽ ഡാം, കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക് ഫിൽ ഡാമുകളൊക്കെ നോൺ റിജിഡ് ഡാമുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റോക്ക് ഫിൽ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, where did the surplus water in Weir is allowed to flow? അതായത് വിയറിൻ്റെ കേസിൽ സർപ്ലസ് വാട്ടർ അല്ലേ, അധികം വരുന്ന വെള്ളം എന്ത് വഴിയാണ് ഒഴുക്കിവിടുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഗേറ്റ്സ്, ഓപ്ഷൻ ബി ക്രസ്റ്റ്, ഓപ്ഷൻ സി സ്പിൽവേ, ഓപ്ഷൻ ഡി ഓപ്പണിങ്സ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ കേസിൽ പറഞ്ഞു അധികം വരുന്ന വെള്ളം നമ്മൾ സ്പിൽവേ വഴി ഒഴുക്കി വിടുന്നു അല്ലേ. ഇവിടെ നമ്മൾ പറയുന്നു വിയറിൽ അധികം വരുന്ന വെള്ളം നമ്മൾ ക്രസ്റ്റ് വഴിയാണ് ഒഴുക്കി വിടുന്നത്. എന്താണ് ഈ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ടോപ്പ് സർഫസ് ഓഫ് വിയർ അല്ലേ, വിയറിൻ്റെ ടോപ്പ് സർഫസിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിയറിൽ അധികം വെള്ളം വരികയാണെങ്കിൽ, അതായത് ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് അധികം വരുന്ന വെള്ളം വിയറിൻ്റെ സർഫസിലൂടെ, ടോപ്പ് സർഫസിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. അപ്പം ഓപ്ഷൻ ബി ക്രസ്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലൈഫ് പീരീഡ് ഓഫ് തെർമൽ പ്ലാന്റ്? തെർമൽ പ്ലാന്റിൻ്റെ കാലാവധി എത്ര വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലെസ് ദാൻ 30 years, ഓപ്ഷൻ ബി മോർ ദാൻ 30 years, ഓപ്ഷൻ സി ലെസ് ദാൻ 50 years, ഓപ്ഷൻ ഡി മോർ ദാൻ 50 years. ഇവിടെ ഓപ്ഷൻ എ ലെസ് ദാൻ 30 years, അതായത് തെർമൽ പ്ലാന്റിൻ്റെ കാലാവധി 30 വർഷത്തിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ അതിന് എഫിഷ്യൻസി കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ചിത്രം കാണാം അല്ലേ, ഒരു ഫിഗർ കാണാം. ആ ഫിഗറിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇറിഗേഷൻ ചാപ്റ്ററിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടർബൈൻ, ഓപ്ഷൻ ബി ഡ്രാഫ്റ്റ് ട്യൂബ്, ഓപ്ഷൻ സി ഗ്യാലറി, ഓപ്ഷൻ ഡി പെൻസ്റ്റോക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫോർബൈൽ നിന്നും പെൻസ്റ്റോക്ക് വഴി വെള്ളം പവർ ഹൗസിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ഡി പെൻസ്റ്റോക്ക് ആണ് ആൻസർ. അപ്പോൾ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കോൺഡ്യൂട്ടാണ്, അതായത് റിസർവോയറിൽ നിന്നും വെള്ളം പവർ ഹൗസിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന കോൺഡ്യൂട്ടിനെ പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്ക് നമ്മൾ സ്റ്റീൽ കൊണ്ടും അതേപോലെ കോൺക്രീറ്റ് കൊണ്ട് കാസ്റ്റ് അയണൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇറിഗേഷൻ കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ ഈസ് അഷ്വേർഡ് ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരീഡ്? അതായത് ക്രോപ്പ് പീരീഡിൽ അല്ലേ, ക്രോപ്പ് പീരീഡിൽ തുടർച്ചയായി വെള്ളം എത്തിക്കുന്ന ഇറിഗേഷൻ ഏതാണ് അല്ലേ.
അല്ലെങ്കിൽ ഏത് ഇറിഗേഷനിലൂടെയാണ് നമുക്ക് ക്രോപ്പിന് സ്ഥിരമായി വെള്ളം എത്തിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫ്ലഡ്, ഓപ്ഷൻ ബി ആർട്ടിഫിഷ്യൽ, ഓപ്ഷൻ സി പെറനിയൽ, ഓപ്ഷൻ ഡി ഇനണ്ടേഷൻ. അപ്പം ഇറിഗേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് രീതിയാണുള്ളത്. പെർണിയൽ ഇറിഗേഷനും നോൺ പെർണിയൽ ഇറിഗേഷനും. പെർണിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അല്ലേ, ക്രോപ്പ് പീരീഡിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു വർഷം മൊത്തം വെള്ളം നൽകുന്ന ഇറിഗേഷനെയാണ് പെർണിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നോൺ പെർണിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത് സീസണിൽ മാത്രം, അല്ലേ, ഓരോരോ സീസണിൽ മാത്രം വെള്ളം ലഭിക്കുന്ന ഇറിഗേഷനെയാണ് നോൺ പെർണിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പെറനിയൽ ആണ്. നെക്സ്റ്റ്, വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ അറ്റ് എ പെർട്ടിക്കുലർ ക്രോപ്പ് സീസൺ? അതായത് ഒരു നിശ്ചിത സമയത്ത് കൃഷി ചെയ്യപ്പെടുന്ന ക്രോപ്പിനെ പറയുന്ന പേര് എന്താണ്, അല്ലെങ്കിൽ ക്രോപ്പ് എന്താണ്? ഓപ്ഷൻ എ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ, ഓപ്ഷൻ ബി ഗ്രോസ് കമാൻഡഡ് ഏരിയ, ഓപ്ഷൻ സി കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ, ഓപ്ഷൻ ഡി കൾച്ചറബിൾ ഇൻകൾട്ടിവേറ്റഡ് ഏരിയ. അപ്പോൾ ഈ ഓപ്ഷനുകളിലൊക്കെ ഓരോ ഏരിയകളാണ്, അല്ലേ. അപ്പോൾ അതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം, ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. അപ്പോൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് സീസൺ, അല്ലേ, ഒരു ക്രോപ്പ് സീസണിൽ കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണത്തെയാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് കനാലുകൾ വഴി ജലസേചനം നടത്താൻ പറ്റുന്ന സാങ്കല്പിക അതിർത്തിക്കുള്ളിൽ വരുന്ന മൊത്തം സ്ഥലത്തിൻ്റെ വിസ്തീർണത്തെ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നു. കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് ധാന്യവിളകൾ മണ്ണിൽ വളരുന്നതിന് അനുയോജ്യമായ മണ്ണിൻ്റെ വിസ്തീർണത്തെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നു. കൾച്ചറബിൾ ഇൻകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ക്രോപ്പ് സീസണിൽ കൃഷി ചെയ്യപ്പെടാത്ത സ്ഥലത്തിൻ്റെ വിസ്തീർണത്തെയാണ് കൾച്ചറബിൾ ഇൻകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ എല്ലാ ഏരിയകളും കൂടെ കേട്ടപ്പോൾ കൺഫ്യൂഷനായോ? അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ക്രോപ്പ് സീസണിൽ, അല്ലേ, ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ക്രോപ്പ് സീസണിൽ കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണത്തെ എന്തു പറയുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡസ് ഹൈഡ്രോഗ്രാഫ് കോൾഡ് ആസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്? അതായത് ഹൈഡ്രോഗ്രാഫിനെ എന്തുകൊണ്ടാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ 1 centimeter of runoff from rainfall, option B 3 centimeter of runoff from rainfall, option C 1 mm of runoff from rainfall, option D 3 mm of runoff from rainfall. അല്ലേ, ഇവിടെ നമ്മൾ പറയുന്നത് ഹൈഡ്രോഗ്രാഫിനെ എന്തുകൊണ്ടാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കുന്നത്, അല്ലേ. അതായത് വിളിക്കാൻ കാരണം 1 സെൻറ്റിമീറ്റർ റൺ ഓഫ്, അല്ലേ, 1 സെൻറ്റിമീറ്റർ മഴവെള്ളം ഒഴുകിപ്പോവാനെടുത്ത സമയത്തിനെയാണ് നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 1 സെൻറ്റിമീറ്റർ ഓഫ് റൺ ഓഫ് ഫ്രം റെയിൻഫാൾ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the unit for measuring rainfall? അതായത് റെയിൻഫാൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി മില്ലിമീറ്റർ, ഓപ്ഷൻ സി ഫീറ്റ്, ഓപ്ഷൻ ഡി നോ യൂണിറ്റ്.
അപ്പം നമ്മൾ കുറേ സമയം റെയിൻഫാൾ എന്ന് കേൾക്കുന്നു അല്ലേ? എന്താണ് റെയിൻഫാൾ എന്ന് പറയുന്നത്? ഒരു നിശ്ചിത സമയത്ത് ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ അല്ലേ? മഴയാണ് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെയിൻഫാൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണയായി റെയിൻഫാൾ മില്ലിമീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, MM-ലാണ് മെഷർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ റെയിൻഫാൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റെയിൻ ഗേജാണ് റെയിൻഫാൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഇന്ത്യയിൽ സാധാരണയായി സൈമൺസ് റെയിൻ ഗേജാണ് റെയിൻഫാൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി മെയിൻ ഫങ്ഷൻ ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ഓഫ് എ കനാൽ? ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? അതായത് ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ടു റിമൂവ് സിൽറ്റ്. ഓപ്ഷൻ ബി, ടു കൺട്രോൾ ഫ്ലഡ്സ്. ഓപ്ഷൻ സി, ടു സ്റ്റോർ വാട്ടർ. ഓപ്ഷൻ ഡി, ടു റൈസ് വാട്ടർ ലെവൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ ഉയർത്തി അല്ലേ? വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ ഉയർത്തി ആ വെള്ളത്തെയാണ് കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ടു റൈസ് വാട്ടർ ലെവലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദി ഡൈവേർഷൻ ഹെഡ് വർക്ക് ടു സ്കോർ എവേ സിൽറ്റ് ഡെപ്പോസിറ്റഡ്? അതായത് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കിൽ സിൽറ്റ് അടിഞ്ഞുകൂടുന്ന സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് അറേഞ്ച്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഫിഷ് ലാഡർ. ഓപ്ഷൻ ബി, ബ്രോയിൻസ്. ഓപ്ഷൻ സി, ബാരേജ്. ഓപ്ഷൻ ഡി, അണ്ടർ സ്ലൂയിസ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അണ്ടർ സ്ലൂയിസസ് ആണ് അല്ലേ? ഓർമ്മയില്ലേ, നമ്മൾ ഹെഡ് വർക്കിൻ്റെ കമ്പോണൻസ് ഒക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? എന്തൊക്കെയായിരുന്നു ഹെഡ് വർക്കിൻ്റെ കമ്പോണൻസ്? മെയിൻ കമ്പോണൻസ് എന്തൊക്കെയായിരുന്നു? വിയർ അല്ലേ? വിയർ, ഡിവൈഡ് വാൾ, അണ്ടർ സ്ലൂയിസസ്, കനാൽ ഹെഡ് റെഗുലേറ്റർ, ഫിഷ് ലാഡർ, റിവർ ട്രെയിനിങ് വർക്ക്സ് അല്ലേ? ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, അണ്ടർ സ്ലൂയിസസ് ആണ്. അതായത് ജലത്തോടൊപ്പം ഒഴുകി വരുന്ന ഊറൽ മണ്ണ് അല്ലേ? ജലത്തോടൊപ്പം ഒഴുകി വരുന്ന ഊറൽ മണ്ണ് കനാലിലേക്ക് പ്രവേശിക്കാതെ അടിഞ്ഞുകൂടാൻ സഹായിക്കുന്നത് അണ്ടർ സ്ലൂയിസസ് ആണ് അല്ലേ? അതായത് കനാലിലേക്ക് ക്ലിയർ വാട്ടർ, ശുദ്ധമായ വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ സ്ലൂയിസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി മെയിൻ ഫാക്ടർ ഫോർ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ? അതായത് ഒരു റിസർവോയർ തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് ഒരു റിസർവോയറിൻ്റെ സൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഓപ്ഷൻ എ, മാക്സിമം റൺ ഓഫ്. ഓപ്ഷൻ ബി, മാക്സിമം പെർക്കുലേഷൻ. ഓപ്ഷൻ സി, വൈഡ് ഓപ്പണിംഗ്. ഓപ്ഷൻ ഡി, മിനിമം റൺ ഓഫ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് അല്ലേ? അതായത് മാക്സിമം റൺ ഓഫ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ റിസർവോയറിൻ്റെ സൈറ്റ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ? കൂടുതൽ മഴവെള്ളം റിസർവോയറിലേക്ക് എത്തിച്ചേരുന്ന സൈറ്റിലായിരിക്കണം നമ്മുടെ റിസർവോയർ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ, മാക്സിമം റൺ ഓഫ് ആണ്.
ഓക്കെ, അപ്പോൾ എന്താണ് ഈ റൺ ഓഫ് എന്ന് പറയുന്നത്? എന്താണ് റൺ ഓഫ്? റെയിൻഫാൾ നമ്മൾ നേരത്തെ പറഞ്ഞു. റൺ ഓഫ് എന്ന് പറയുന്നത് എർത്ത് സർഫസിലൂടെ ഒഴുകിപ്പോകുന്ന മഴവെള്ളം. ഓക്കെ, പ്രസിപ്പിറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എർത്ത് സർഫസിലൂടെ ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെയാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം റൺ ഓഫാണ് ഒരു റിസർവോയറിൻ്റെ സൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, അപ്പം ഇറിഗേഷൻ ചാപ്റ്ററിലെ ഏകദേശം 24 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിൽ ബാക്കി ക്വസ്റ്റ്യനും കൂടെ നോക്കുന്നതായിരിക്കും. ഓക്കെ.